اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. الحمد لله حمدا دائما أبدا. الحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ മുഴുവൻ അപരാധങ്ങളും, നമ്മുടെ രഹസ്യ പരസ്യങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ സാമൂഹികപരമായ ഇടപാടുകളിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു നൽകട്ടെ. ഇനിയുള്ള നമ്മുടെ ജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോടെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും കഴിഞ്ഞ ജുമുഅ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നാഥന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഇന്ന് അല്ലാഹുവിന്റെ അടുക്കലാണ്. അല്ലാഹു തആല എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. നാളെ നമ്മളും ഖബറിലേക്ക് യാത്രയാകേണ്ടവരാണ്. അല്ലാഹു തആല നമുക്കും നല്ല നിലയ്ക്ക് സന്തോഷത്തോടെയുള്ള ഖബർ ജീവിതം നൽകി നമ്മയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മുഅ്മിനാകണമെങ്കിൽ, ഒരുവൻ സത്യവിശ്വാസിയാകണമെങ്കിൽ ഈമാൻ കാര്യങ്ങളെന്ന് നാം പഠിച്ചിരിക്കുന്നതായ 6 കാര്യങ്ങളെ വിശ്വസിക്കൽ, ആ 6 കാര്യങ്ങളെ ദൃഢമായി, വളരെയധികം ദൃഢമായി, യാതൊരു തരത്തിലുള്ള സംശയലേശവുമില്ലാതെ വളരെയധികം ഉറപ്പിച്ച് വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. അങ്ങനെ 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥവാനായ മുഅ്മിൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. നാം ചെറിയ ക്ലാസ്സുകളിലൊക്കെ മദ്രസകളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ അടിസ്ഥാന പാഠമാണ് 6 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കണം. ആദ്യമായി ഒരുവൻ മുഅ്മിനാകണമെങ്കിൽ അവൻ അള്ളാഹു ഏകനാണെന്നും അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല എന്നും അവൻ മനസ്സിൽ കരുതി ഉറപ്പിച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, അള്ളാഹുവിന് അനേകായിരം മലക്കുകൾ, മാലാകമാരുണ്ട് എന്ന് അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. എല്ലാ ഇടങ്ങളിലും മാലാകമാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഓരോ മനുഷ്യനോടൊപ്പവും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നാം മലക്കുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു പ്രവർത്തനവും ചെയ്യുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു വിഭാഗമാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്നുള്ളതായ ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ്. അങ്ങനെയുള്ള മലക്കുകളിൽ നാം വിശ്വസിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിലേക്ക് അയച്ചതായ ഗ്രന്ഥങ്ങൾ, 4 ഗ്രന്ഥങ്ങളുണ്ട്. തൗറാത്ത്, ഇൻജീൽ, സബൂർ. അവസാനം നമ്മുടെ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ഉൾപ്പെടെയുള്ളതായ 4 ഗ്രന്ഥങ്ങളെ നാം വിശ്വസിച്ച് അംഗീകരിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചതോടുകൂടി മേൽ പറഞ്ഞതായ 3 ഗ്രന്ഥങ്ങളും അസ്ഥിരപ്പെട്ടു പോവുകയുണ്ടായി. ആ 3 ഗ്രന്ഥങ്ങളെയും പക്ഷേ നാം അത് അള്ളാഹു അയച്ചതാണ് എന്നും അതൊരു സൃഷ്ടിയല്ല എന്നും അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ് എന്നും നാം വിശ്വസിക്കേണ്ടതുണ്ട്. നാലാമതായി, ഈ ലോകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, മനുഷ്യരാശിയെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന അംബിയ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയക്കുകയുണ്ടായി. അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങിയ ഖാതിമുൽ അംബിയ സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീളുന്നതായ പ്രവാചക പരമ്പരയിലെ മുഴുവൻ പ്രവാചകന്മാരെയും നാം അംഗീകരിക്കേണ്ടതുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണെന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി നാം വിശ്വസിക്കേണ്ടത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും
അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും വരുന്നതാണെന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നന്മയായിട്ട് വരും, ചില കാര്യങ്ങൾ നമുക്ക് ഷർറായിട്ട് വരും. നമുക്ക് തിന്മയായതായ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിപ്പിക്കുമ്പോൾ നാം മതിമറന്നുകൊണ്ട് വിഷമിക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ ഈമാനിന് ഇളക്കമുണ്ടാകുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഇളക്കമുണ്ടാകാത്ത നിലയിൽ നമ്മളുടെ വിശ്വാസത്തെ നാം ദൃഢീകരിച്ചു വെച്ചാൽ മാത്രമാണ് നാം ഒരു യഥാർത്ഥനായ മുഅ്മിനായി മാറുകയുള്ളൂ. നാം സാധാരണ രീതിയിൽ സഫർ മാസത്തെ സംബന്ധിച്ച് പറയുവാറുണ്ട്. സഫർ മാസം എന്നത് വളരെയധികം ദുശ്ശകുനമുള്ള ഒരു മാസമാണ് എന്ന് ജാഹിലിയ്യ കാലഘട്ടം മുതൽക്കു തന്നെ ആളുകൾക്കിടയിലുള്ളതായ ഒരു പിഴച്ച വിശ്വാസം, ഒരു അന്ധവിശ്വാസം ആദ്യകാലം മുതൽക്ക് തന്നെ അറബികളുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ അത്തരം വിശ്വാസങ്ങളൊക്കെ അസ്ഥിരപ്പെട്ടു പോയി. എന്നിരുന്നാൽ തന്നെയും സഫർ മാസത്തിൽ നല്ലതായ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ, നിക്കാഹ് പരമായ കാര്യങ്ങളെ ചെയ്തു വെക്കുവാൻ, ഒരാളുടെ ജീവിതത്തിലെ നല്ലതായ മുഹൂർത്തങ്ങളെ തുടങ്ങി വയ്ക്കുവാൻ ഓരോരുത്തരും രണ്ടാമതൊന്നുകൂടി ചിന്തിക്കുന്നതായ ഒരു സാഹചര്യം നമുക്കിടയിലും ചെറുതായിട്ടെങ്കിലും കാണപ്പെട്ടു വരുന്നുണ്ട്. എന്തോ ഒരു ദുശ്ശകുനമുള്ള മാസം, എന്തോ ഒരു അന്ധവിശ്വാസങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുന്നതായ ഒരു മാസമായിട്ട് സഫർ മാസത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുനാവ് കൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറയുകയുണ്ടായി. വലാ അദ്വ വലാ സഫറ എന്ന് തുടങ്ങുന്നതായ ഒരു ദീർഘമായ ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, യാതൊരു വിധത്തിലുള്ളതായ പകർച്ചവ്യാധിയുമില്ല, ഇല്ലാ ഖദരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ ഖളാഅ് കൊണ്ടല്ലാതെ യാതൊരു തരത്തിലുള്ളതായ പകർച്ചവ്യാധികളും ഭൂമിയിലേക്ക് വരുന്നതല്ല. അതുപോലെ തന്നെ വലാ സഫറ, സഫർ മാസത്തിന് ഒരു തരത്തിലുള്ളതായ ദുശ്ശകുനവുമില്ല എന്ന് ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളതായ അന്ധവിശ്വാസത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളിക്കളയുകയുണ്ടായി. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഒരു മനുഷ്യനിക്ക് സംഭവിക്കുന്നതായ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അത് പടച്ച റബ്ബ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരിക്കുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത്, അത് അവന്റെ ജീവിതത്തിൽ എന്തായാലും സംഭവിക്കുമെന്ന് പടച്ച റബ്ബ് അവനുണ്ടാകുന്നതിന് തന്നെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതായ കാര്യമാണ്. എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും തരത്തിലുള്ളതായ ഇടപെടലുകൾ കൊണ്ടോ അതിനൊരു മാറ്റവും സംഭവിക്കുന്നതല്ല എന്ന് ഒരുവൻ വിശ്വസിക്കലാണ് ഈമാനിൻ്റെ കാര്യത്തിലെ ഒരു ഘടകം. അങ്ങനെയുള്ളതായ ഖദർ ഖളാഉകളെ തട്ടുവാൻ സാധിക്കുന്നതായ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയിരിക്കുന്നത്. ഒന്ന്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ ഇടങ്ങേറുകൾ വരാൻ വേണ്ടി ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉദ്ദേശത്തെ തട്ടിക്കളയുവാൻ ദൃഢമായിട്ടുള്ളതായ ഒരു ബലമുള്ളതായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ അദ്ദുആഉ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുആ ആണ്. അതുപോലെ തന്നെ അസ്സദഖത്തു റദ്ദുൽ ബലാഅ്, നാം ചെയ്യുന്നതായ ദാനധർമ്മങ്ങൾ, നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതായ സമയങ്ങൾ, നമ്മുടെ സമ്പത്തുകൾ, നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നാം ചേർന്ന് നിൽക്കുന്ന നന്മയായതായ സ്വതക്കകൾ എന്ന് പറയുന്നത് ഇപ്രകാരം തന്നെ റദ്ദുൽ ബലാഅ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതായ മുഴുവൻ കെടുതികളെയും തട്ടിമാറ്റുവാൻ കെൽപ്പുള്ളതാണ് എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഒരു പൂച്ച ചാടിയത് കൊണ്ടാണ് അപകടം നടന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷി ചിലച്ചത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്, ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇത്തിക്കൂടെ നേടാമായിരുന്നു, അങ്ങനെയുള്ളതായ ശകുനങ്ങളും പ്രശ്നം വെച്ച് നോക്കലുമെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നതായ പാഠങ്ങളാണ്. അങ്ങനെ നാം ഖദർ ഖളാഇൽ ദൃഢമായി വിശ്വാസമുള്ളവരാകേണ്ടതുണ്ട്. അവസാനമായി ആറാമത്തെ ഈമാനിന്റെ കാര്യങ്ങളിൽ ആറാമത്തേതായി നമുക്ക് പരിചയപ്പെടുത്തുന്നത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. ഈ ലോകത്തിന് ഒരു ആദ്യമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യം സ്വർഗ്ഗലോകത്തിലേക്ക് സൃഷ്ടിച്ചയക്കുകയും ശേഷം അവിടുന്ന് ദുനിയാവിലേക്ക് സൃഷ്ടിച്ചയച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ഭൂമിക്ക് ഒരു ആദ്യമുണ്ടായിരുന്നു.
ഇനി ഈ ഭൂമിയെയും ഈ കാണുന്നതായ പ്രപഞ്ചത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഖിയാമത്ത് നാളിൽ ഓരോ മുഅ്മിനായ വിശ്വാസിയും വിശ്വസിക്കുക എന്നുള്ളത് ഒരുവന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവൻ വിശ്വസിക്കൽ നിർബന്ധമായതായ കാര്യമാണ്. ഈ പറഞ്ഞു വന്നതായ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ വിശ്വാസത്തിൽ അവന് എന്തെങ്കിലും കുറച്ചിലുകളുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിൽ അവനിക്ക് ചെറിയ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ മലക്കുകളിൽ, കിതാബുകളിൽ, പ്രവാചകന്മാരിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതായ ഖദറിന്റെ വിഷയത്തിൽ, ഖിയാമത്ത് നാളിന്റെ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ വിശ്വാസത്തിന് ചാബല്യങ്ങളുണ്ട്, ചാഞ്ചല്യങ്ങളുണ്ട് എങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമാകണമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഈ 6 കാര്യങ്ങളും നാം ഉറപ്പിച്ച് വിശ്വസിച്ചാൽ മാത്രമാണ് മുഅ്മിൻ എന്ന് ഒരു മനുഷ്യനെ പറ്റി പറയുവാൻ സാധിക്കുകയുള്ളൂ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേയധികം കാര്യങ്ങളെ പറഞ്ഞു നൽകിയിട്ടുണ്ട്. നാം നമ്മുടെ സമകാലികമായ ലോകത്തെ ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ, സമകാലികമായ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥകളെ ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് എണ്ണി പറഞ്ഞിരിക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ തന്നെ പുലർന്നുകൊണ്ടിരിക്കുന്നതായ സാഹചര്യമാണ് ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് മുഴുവനുമുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായ ഒരു ഹദീസാണ്, ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അൻ യുർഫഅൽ ഇൽമു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്, അൻ യുർഫഅൽ ഇൽമു, പരിശുദ്ധമായ ദീനിന്റെ അറിവ് ഉയർത്തപ്പെടുക. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പറ്റി കൃത്യമായുള്ളതായ അറിവുകൾ ഇല്ലാതെയാകുക. എങ്ങനെയാണ് അറിവില്ലാതെയാകുന്നത്? അറിവുകൾ കിതാബുകളായിട്ടും ഗ്രന്ഥങ്ങളായിട്ടും അതല്ലെങ്കിൽ അതിനേക്കാൾ വിപുലമായ ഇന്റർനെറ്റിലുമെല്ലാം ഇന്നത്തെ കാലത്ത് വളരെയധികം സുലഭമാണ്. എന്നാൽ അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് ആരാധിച്ച് പഠിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നതായ സ്വാത്വികന്മാരായ ഉലമാക്കളുടെ മരണമെന്നത് ഇൽമ് ഉയരുന്നതിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് മഹാപണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നതായ മഹാപണ്ഡിതന്മാരെല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നു. ആധുനികമായ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആലിമീങ്ങൾ ധാരാളമുണ്ട് എങ്കിലും അവരുടെ ഈമാൻ നമുക്ക് മുമ്പുണ്ടായിരുന്നതായ മഹത്തുക്കളുടെ ഈമാനിനോട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെയധികം നിർലോഭമാണെന്ന് നമുക്ക് പറയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല ഈമാനും വിശ്വാസവും എല്ലാം ഉറപ്പിച്ചു നൽകുമാറാകട്ടെ. എന്നിരുന്നാൽ തന്നെയും പണ്ഡിതന്മാരുടെ മരണം എന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതായ ആ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാടുകളിൽ മുഴുവനും, എല്ലാ നാടുകളിലും അറബി കോളേജുകളും ഹിഫ്ള് കോളേജുകളും എല്ലാം ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുക്കിന് ദീൻ പഠിക്കുന്നതായ സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം പഠിക്കുവാൻ വിദ്യാർത്ഥികളുമുണ്ട്. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, അവിടെയെല്ലാം ഇൽമ് പഠിക്കുന്നതായ സമയത്തിന്റെ ആ ഒരു ദൈർഘ്യം കുറഞ്ഞു വരികയാണ്. അപ്പൊ നാം ഒരു കുട്ടിയെ ഒരു അറബി കോളേജിലേക്ക് കൊണ്ട് ചേർക്കണമെങ്കിൽ നാം തന്നെ എന്താണ് മുൻതൂക്കം കൊടുക്കുന്നത്? അവിടെ ആത്മീയ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം എത്രത്തോളമാണ് എന്ന് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാറില്ല. ഭൂരിപക്ഷം മാതാപിതാക്കളും കുട്ടികൾ തന്നെ നോക്കുന്നത് അവിടെ സ്കൂൾ പഠനം എന്തുവരെ പഠിക്കാൻ പറ്റും, സ്കൂൾ പഠനം എത്ര സമയം പഠിക്കാൻ പറ്റും, എത്ര ഡിഗ്രി, ഏത് ഡിഗ്രി വരെ അവിടത്തിൽ പഠിക്കാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളും നമ്മുടെ മക്കളുമെല്ലാം ആ ഒരു സ്ഥാപനത്തെ തീരുമാനിക്കുന്നത്. അത്തരത്തിലേക്ക് കോളേജുകളുടെ അവസ്ഥകൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ദീൻ പഠിക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥ. ഇതെല്ലാം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചതായ കാര്യങ്ങളിലേക്കാണ് ഈ അടയാളങ്ങളെല്ലാം ചെന്നെത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഈ ഹദീസിന്റെ തുടർച്ചയായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വതൽഹറുൽ ജഹൽ, അറിവില്ലായ്മ വ്യാപകമാവുകയാണ്. അറിവില്ലായ്മ യഥാർത്ഥമായ ഇൽമിന്റെ സ്ഥാനത്തിൽ നിന്നും ഇൽമു ഉയർന്നു പോകുമ്പോൾ അറിവില്ലായ്മയാണ് അവിടത്തിൽ പകരമാകുന്നത്. ഒരു കാര്യത്തെപ്പറ്റി കൃത്യമായ അറിവുള്ളയാൾ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ ശേഷം അയാൾക്ക് പകരമായി വരുന്നത് അത്രത്തോളം അറിവില്ലാത്ത ആളുകളായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി അറിവില്ലാതിരിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ളതായ അബദ്ധ ജടിലങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അറിവില്ലായ്മ ആ നാടുകളിൽ സമൂഹത്തിനിടയിൽ വ്യാപകമാവുകയാണ്.
അങ്ങനെ നമുക്കറിയാം, ധാരാളം യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടി ഇന്ന് ഉസ്താദുമാരുടെ തലേക്കെട്ടുകാരുടെ തമ്മിലിടിയാണ്. ധാരാളം ഉസ്താദുമാരാണ്, പലതും പല സ്ത്രീകളും വീണുപോകുന്നതായ വലിയതായ ഒരു ചതിക്കുഴിയാണ്. ധാരാളം ദിക്റ് ദുആവുകൾ, ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്തതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെറും ലൈക്കിനും ഷെയറിനുമെല്ലാം വേണ്ടിയിട്ട്, ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൽമിനെ മാറ്റിമറിച്ചുകൊണ്ട് കേൾക്കുന്നവരിൽ സംശയമുണ്ടാക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ, ഇതെല്ലാം അറിവില്ലായ്മ വ്യാപകമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മൂന്നാമത്തെ ലക്ഷണമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകിയത് വയുഷ്റബുൽ ഖംർ, ലഹരിയുടെ ഉപയോഗം വളരെയധികം സമൂഹത്തിൽ വ്യാപകമാവുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകിയതാണ് വയുഷ്റബുൽ ഖംർ. ഇന്ന് നമ്മുടെ രാജ്യങ്ങളുടെ അതിർത്തിയും കടന്നുകൊണ്ട് ലോകം മുഴുവനും ലഹരിയുടെ ഒരു ആഗോള കച്ചവട കേന്ദ്രമായി നമ്മുടെ ലോകം മുഴുവനും മാറിയിരിക്കുന്നു. അത് ഇന്ന രാജ്യമെന്നില്ല, രാജ്യങ്ങളുടെ അതിർത്തിയെല്ലാം പണ്ടേ ഭേദിച്ചു. ലോകം മുഴുവനും ഇന്ന് ലഹരി വ്യാപകമായിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ വ്യാപകമായിരിക്കുന്നതായ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചതായ ഒരു കാര്യമാണ്. മാത്രമല്ല, അറിവില്ലായ്മ വ്യാപകമാകുമെന്നതായ ഒരു പോയിന്റ് ഇവിടത്തിൽ പറഞ്ഞുവല്ലോ സഹോദരങ്ങളെ. നമ്മുടെ രാജ്യത്തിന്റെ സമകാലികമായ അവസ്ഥകളിലേക്ക് നാം നോക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നതായ നമ്മുടെ പാരമ്പര്യമായ കാര്യങ്ങൾ, നമ്മുടെ ചരിത്രമായ സത്യങ്ങൾ, അതിനെയെല്ലാം മാറ്റി തിരുത്തിക്കൊണ്ട് PM ശ്രീ എന്ന പദ്ധതിയിലൂടെ ഓരോ സംസ്ഥാന സർക്കാരുകളെയും സ്വാധീനിച്ചുകൊണ്ട്, പണം നൽകി സ്വാധീനിച്ചുകൊണ്ട് സംഘപരിവാരത്തിന്റെ അജണ്ടകളും സംഘപരിവാരത്തിന്റെ അബദ്ധ ജടിലമായ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ വന്നിരിക്കുന്നതായ ചരിത്രങ്ങളും അബദ്ധങ്ങളുമെല്ലാം കുത്തി നിറച്ചുകൊണ്ടുള്ളതായ പാഠങ്ങളാണ് വരുന്ന നമ്മുടെ തലമുറയെ പഠിപ്പിക്കുവാൻ വേണ്ടി ഫാസിസ്റ്റ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, അതിനെയെല്ലാം എതിർത്തിരുന്നവർ പോലും അവരവർ തലപ്പത്തിലേക്ക് വരുമ്പോൾ അതിനെയെല്ലാം അനുകൂലിക്കുന്നതായ ഒരു വിരോധാഭാസം കൂടി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളിൽ നിന്നും കെടുതികളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വരും തലമുറകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗങ്ങളെ പറ്റി പറഞ്ഞു. ലഹരിയുടെ പേരിൽ ധാരാളം കേസുകളും തൂഫാൻ എന്ന പേരിൽ വലിയതായ ചർച്ചകളും പ്രക്ഷോഭങ്ങളും പരിപാടികളുമെല്ലാം ആവിഷ്കരിക്കുമ്പോഴും ആരെയും സർക്കാരുകളെ വിമർശിച്ചുകൊണ്ട് പള്ളിയിൽ രാഷ്ട്രീയം പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. എന്നാൽ ലഹരി കുറച്ചുകൊണ്ടുള്ള മദ്യങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമം, ഇതെല്ലാം നമ്മുടെ വിരോധാഭാസമായിട്ട് നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ദീനിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചതായ ഖംർ, തുഷ്റബുൽ ഖംർ, കള്ളുകുടിയെ വ്യാപിപ്പിക്കും, ലഹരിയുടെ ഉപയോഗത്തെ വ്യാപിപ്പിക്കുമെന്നതായ പറഞ്ഞതായ വാക്കുകൾ ഇവിടത്തിൽ സത്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നമ്മുടെ മക്കളെ നമ്മുടെ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലഹരിയുടെ ഉപയോഗത്തെ പറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കള്ളിനെ പറ്റി പഠിപ്പിച്ചത് ഉമ്മുൽ ഖബായിസ് എന്നാണ്. ഉമ്മുൽ ഖബായിസ്, സർവ്വവിധമായ മ്ലേച്ഛത്തരങ്ങളുടെയും മാതാവ് എന്നാണ് ഈ കള്ളുകുടിയെ പറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എന്താണ് ഉമ്മുൽ ഖബായിസ് എന്ന് പറയുവാനുള്ള കാരണം? കിതാബുകളിൽ, ഹദീസിന്റെ കിതാബുകളിൽ ബനു ഇസ്രായേലിൽപ്പെട്ട ബർസീസ എന്നതായ ഒരു ആബിദിനെ പറ്റി പറയുന്നതായ ഒരു ചരിത്രമുണ്ട്. ആരായിരുന്നു ബർസീസ എന്നല്ലേ? വളരെയധികം അല്ലാഹുവിനെ ഭയന്ന് വളരെയധികം ഭക്തിയോടുകൂടി വർഷങ്ങളായിട്ട് ഇബാദത്തുകൾ ചെയ്തു വന്നിരുന്നതായ സ്വാത്വികനായ ഒരു മനുഷ്യനായിരുന്നു ബനു ഇസ്രായേലിൽപ്പെട്ട ബർസീസ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ കണ്ട് അസൂയ പൂണ്ടുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ബർസീസയുടെ അടുക്കലേക്ക് വരികയാണ്. ബർസീസയുടെ അടുക്കൽ വന്നുകൊണ്ട് നല്ല ഒരു വൃദ്ധനായ, നല്ല ഒരു ആബിദായ മനുഷ്യന്റെ രൂപത്തിൽ ഇബ്ലീസ് വന്നുകൊണ്ട് ബർസീസയുടെ സമക്ഷത്തിൽ ഇബാദത്തിൽ മുഴുകുകയാണ്. 3 ദിവസം തുടർച്ചയായി ഇബാദത്ത്. അവസാനം ബർസീസ ഈ വൃദ്ധനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് യാതൊരു തരത്തിലുള്ള വിശ്രമങ്ങളുമില്ലാതെ ഇത്രയധികം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ്, ആ സ്വാത്വികനായ ഒരു ആബിദിന്റെ വേഷം ധരിച്ചു വന്നതായ ഇബ്ലീസ് അവിടത്തിൽ തന്ത്രം പ്രയോഗിക്കുകയാണ്. അവൻ പറഞ്ഞു കൊടുത്തു,
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയായ കാര്യം ചെയ്തു പോയി. ആ തിന്മയായ കാര്യത്തിൽ നിന്നും എനിക്ക് പിന്നീട് വളരെയധികം ഖേദമുണ്ടാവുകയും ഞാൻ അള്ളാഹുവിന് വേണ്ടി സർവ്വസമയവും ഇബാദത്തിന് വേണ്ടി ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു. എനിക്ക് ഇപ്രകാരമുള്ളതായ ഈ ഒരു നിലയിലേക്ക് എത്തുവാൻ സാധിച്ചത് ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. താങ്കളും ഒരു തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ താങ്കൾക്കും ഞാൻ ഈ ചെയ്യുന്നതായ അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബർസീസയ്ക്ക് ഒരു ഉപദേശം നൽകുകയാണ്. അങ്ങനെ ബർസീസയ്ക്ക് വളരെയധികം കൗതുകമായി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടത്തിൽ ആ ചോദ്യത്തിൽ കയറി പിടിക്കുകയും അവൻ പറഞ്ഞു, നീ കള്ള് കുടിക്കണം. നീ കള്ള് കുടിച്ചിട്ട് പിന്നീട് പശ്ചാത്തപിച്ച് അള്ളാഹുവിങ്കലേക്ക് മടങ്ങുകയാണ് എങ്കിൽ നിനക്ക് എന്നെ പോലെ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുവാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഈ ആബിദായ ബർസീസ ആ നാട്ടിലെ കള്ള് വിൽക്കുന്നതായ ഒരു പെണ്ണിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെ ആ പെണ്ണിന്റെ അടുക്കൽ നിന്നും മദ്യം വാങ്ങി കുടിച്ചു. അങ്ങനെ ലഹരി ബാധിച്ചതായ ബർസീസ ആ പെണ്ണിനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ആ പെണ്ണിനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കണ്ട് അവളുടെ ഭർത്താവ് വരികയും അവിടത്തിൽ പ്രശ്നമാവുകയും അവസാനം ബർസീസ എന്ന് പറയുന്നതായ ഈ ആബിദായ മനുഷ്യൻ ഈ പെണ്ണിന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം തെറ്റുകളാണ് ആ ഉമ്മുൽ ഖബായിസ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി നൽകിയതായ ഒരു ഗ്ലാസ് മദ്യം കഴിച്ചതിലൂടെ ആ ബർസീസ എന്ന് പറയുന്നതായ ആബിദായ മനുഷ്യൻ ചെയ്തു വെച്ചത്. അവൻ ആദ്യം ലഹരി കുടിച്ചു. അവൻ എന്നിട്ട് ഹറാമായ രീതിയിലേക്ക് ആ പെണ്ണിലേക്ക് സമീപിച്ചു. അവസാനം അടിപിടിയുണ്ടായി, കൊലപാതകത്തിൽ കലാശിച്ചു. അവസാനം ഈ ബർസീസ മരിക്കുവാൻ കിടക്കുന്നതായ സമയത്ത് ഇതാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പറയുന്നു, മരണത്തിന്റെ സക്കറാത്തിന്റെ പിടപിടപ്പിൽ കിടന്നുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ രക്ഷയില്ലാതെ നിലവിളിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ഇബ്ലീസ് ഹാജരായിക്കൊണ്ട് പറയുകയാണ്, നീ എന്നെ ഇലാഹായിട്ട് അവരോധിച്ചാൽ ഞാനാണ് റബ്ബ് എന്ന് നീ മനസ്സിൽ സമ്മതിക്കുകയാണ് എങ്കിൽ നിന്റെ ഈ അവസ്ഥയിൽ നിന്നും ഞാൻ മോചനം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവസാന സമയത്ത് അവൻ കുഫറിലേക്ക് പോവുകയും കാഫിറായി ചത്തുപോവുകയും ചെയ്തു എന്ന് താരീഖിന്റെ കിതാബുകളിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പാഠങ്ങളിൽ നിന്നും നമുക്ക് പറഞ്ഞു നൽകുന്നതായ പാഠമാണ്. ഒരു തിന്മയിൽ നിന്നും മറ്റുള്ളതായ തിന്മകൾ ഇങ്ങനെ പൊട്ടിവിരിഞ്ഞുണ്ടായിക്കൊണ്ടിരുന്നു. അതാണ് ഖംർ, ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. നാം കേൾക്കുന്നല്ലോ ധാരാളം വാർത്തകൾ. കള്ള് കുടിച്ച് പിതാവ് മകനെ അടിച്ചു കൊന്നു, മകൻ പിതാവിനെ തല്ലിക്കൊന്നു, മാതാപിതാക്കളെ ഉപദ്രവിച്ചു, സഹോദരങ്ങളെ ഉപദ്രവിച്ചു. ധാരാളം തരത്തിലുള്ളതായ തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് ഈ കള്ള് എന്ന് പറയുന്നതായ അള്ളാഹുവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹറാമാക്കിയതായ ഉമ്മുൽ ഖബായിസ് എന്ന് പരിചയപ്പെടുത്തിയതായ ഈ വിഷയത്തിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമായി സമൂഹത്തിൽ പറഞ്ഞു നൽകിയതായ മറ്റൊരു അടയാളമാണ് വതൽഹറു സിന, വ്യഭിചാരം അധികരിക്കും. വ്യഭിചാരം അധികരിക്കും. നമ്മുടെ സമൂഹത്തിൽ വ്യഭിചാരം ഇന്ന് ധാരാളമായി അധികരിച്ചിരിക്കുകയാണ്. കണ്ണുകൊണ്ട് നോക്കുന്നത് ഹറാമാണ്. ഒരു പെണ്ണിനെ ആദ്യവട്ടം നോക്കൽ ഒരു മനുഷ്യനിക്ക് അനുവദനീയമാണ്. ആളിനെ തിരിച്ചറിയുവാൻ വേണ്ടി നോക്കൽ അനുവദനീയമാണ്. രണ്ടാമതൊന്നുകൂടി നോക്കുക എന്നുള്ളത് ഹറാമാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണുമായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാകൽ എന്നുള്ളത് ഹറാമാണ്. അതുപോലെ മറ്റൊരു പെണ്ണിന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ മഹറമായ ഒരാളിന്റെ സഹായമില്ലാതെ ഒരു പെണ്ണുമായിട്ട് യാത്ര പോവുക എന്നുള്ളത് ഹറാമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചതായ കാര്യമാണ്. ലാ യഖ്ലൂന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅഹാ ദൂ മഹറമിൻ. മഹറമായ കല്യാണം കഴിക്കൽ ഹറാമായ ഒരു പുരുഷനോടൊപ്പമല്ലാതെ ഒരു പെണ്ണുമായിട്ട് ഒരുവൻ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനയിലേക്ക് കടക്കുന്നതായ മുഴുവൻ വാതിലുകളെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊട്ടിയടയ്ക്കുകയുണ്ടായി. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. വലാ തഖറബു സിന, നിങ്ങൾ സിനയിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്. സിനയിലേക്ക് അടുക്കുന്നതായ കാര്യങ്ങളാണ് ഈ പറഞ്ഞതായ തരത്തിലുള്ളതായ സമീപനങ്ങൾ. ഒരു മനുഷ്യൻ ഒരു പെണ്ണുമായി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാവുകയാണ് എങ്കിൽ ഇല്ലാ കാന സാലിസുഹാ അശ്ശൈത്വാൻ. ഒരു ആണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാവുകയാണ് എങ്കിൽ മൂന്നാമതായി അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ തന്നെ ഒരു പുരുഷനും ഒരു പെണ്ണും കൂടി യാത്ര ചെയ്യുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് നാം ഒരുപക്ഷെ ചോദിച്ചേക്കാം. അവിടത്തിൽ ശൈത്വാന്റെ സാന്നിധ്യം ഉണ്ടാവുകയും
അവർ തിന്മയിലേക്ക് പോകുവാനുള്ള വലിയതായ ഒരു ചാൻസ് അവിടത്തിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സിന ചെയ്യരുത് എന്നല്ല, സിനയിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. അങ്ങനെയുള്ളതായ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ധാരണയുടെ ഒരു സംശയത്തിന്റെ നിഴല് പോലും അവശേഷിപ്പിക്കുവാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പക്ഷം. സഹോദരങ്ങളെ, വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഈ വക കാര്യങ്ങളിലൊന്നും നമുക്ക് വളരെയധികം ഒരു ശ്രദ്ധയോ നാം ഒരു നിർബന്ധ ബുദ്ധിയോ കാണിക്കുന്നില്ല. വളരെ ഖേദകരമെന്ന് പറയട്ടെ, അതിനെല്ലാമുള്ള മാർഗങ്ങൾക്കുള്ള ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുന്നതിന്റെ തടസ്സമായിട്ടാണ് ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാ, സ്ത്രീകളിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും നമ്മെ സൃഷ്ടിച്ച റബ്ബിനറിയാം. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അവന്റെ ശാരീരികമായ ഇച്ഛകളും ആഗ്രഹങ്ങളും എന്താണെന്ന് നമ്മെക്കാൾ നന്നായി അറിയുന്നവൻ നമ്മെ സൃഷ്ടിച്ച പടച്ച റബ്ബാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ളതായ വികാരങ്ങളെ അടക്കുവാൻ വേണ്ടി നിക്കാഹിനെ നമുക്ക് അനുവദനീയമാക്കി നൽകിയത്. ഇങ്ങനെയുള്ളതായ നിക്കാഹ് കഴിഞ്ഞവർ പോലും പരസ്ത്രീ ബന്ധങ്ങളിലേക്കും പരപുരുഷ ബന്ധങ്ങളിലേക്കും പോകുന്നു എന്നുള്ളത് വളരെയധികം വിഷമകരമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടിൽ തന്നെ വളരെയധികം സംഭവങ്ങൾ ഉണ്ടാകുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആളുകളെ എങ്ങനെയും മതത്തിൽ നിന്ന് ചാടിക്കുക, ദീനുൽ ഇസ്ലാമിന് എങ്ങനെയെങ്കിലും കളങ്കമുണ്ടാക്കുക എന്നതായ ഒരൊറ്റ ആശയത്തിന്റെ പേരിൽ നിർബന്ധ ബുദ്ധിയോടെ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്നതായ സംഘടനകളിൽ പെട്ടുപോയ പുരുഷന്മാരുടെ വലകളിൽ വീണുകൊണ്ട് പെണ്ണുങ്ങളും, അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ വലകളിൽ വീണുകൊണ്ട് പുരുഷന്മാരും സ്വന്തം അപകടത്തിലാകുന്നതായ അവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന് നിലവിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ നാം തന്നെയും നമ്മുടെ സ്വന്തത്തെയും വളരെയധികം ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ടതായ വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകട്ടെ. തെറ്റിൽ നിന്ന് പിന്തിരിയുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തിന് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ളതായ വിഷയങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നാം ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നാം ഓരോരുത്തരും പ്രത്യേകമായി അള്ളാഹുവിനോട് കാവൽ തേടുക. അല്ലാഹു തആല നമ്മെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകളിൽ മുന്നേറുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.